സാബു ഗസ്റ്റായിട്ട് വന്നതിന് ശേഷം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കമ്പനി ആയത് ജിൻഡോയോടൊപ്പമാണ്. ജിൻഡോയോടൊപ്പം സിഗരറ്റ് റൂമിൽ പോകുന്നുണ്ടായിരുന്നു. ജിൻഡോയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കൊടുത്തത്. ഇന്നാണെങ്കിൽ പോലും ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കൊടുത്തത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ജിൻഡോയുടെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടം അവിടെ സാബുവിന് ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്നിപ്പോ അവിടെ ശ്വേത കടന്നു വന്നതിന് ശേഷം ശ്വേതയുടെ അടുത്തിരുന്ന് ജിൻഡോയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു സാബു. ഈ വീട്ടിലെ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത് ജിൻഡോയാണ് എന്നാണ് അവിടെ പറയുന്നത്. ജിൻഡോ അവിടെ അതുപോലെ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ വരുന്ന സമയത്ത് ജിൻഡോയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ ജിൻഡോയ്ക്ക് ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് സാബോടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നെക്സ്റ്റ് പവർ റൂമിലേക്ക് കയറേണ്ടത് ജിൻഡോ ആണ് എന്നാണ് കൂടി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്വേതയും പറയുന്നുണ്ട്, അങ്ങനെയാണല്ലേ, ശരി ശരി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോ തന്നെ പവർ റൂമിലേക്ക് കയറണം. ബാക്കി രണ്ട് ടീംസ് കയറിയിട്ട് കാര്യമില്ല. സിജോയുടെ ടീം കയറി കഴിഞ്ഞാൽ ശരിയാവില്ല. സിജോ ഇപ്പൊ ഫിസിക്കലി ഫിറ്റ് അല്ല. അതുപോലെ തന്നെ മറ്റേ ടീം ഓൾറെഡി ഗെയിമിൽ നിന്ന് മാറി നിൽക്കാണ്. അവരും കയറിയാൽ ശരിയാവില്ല. ഇപ്പോഴത്തെ പവർ ടീം ഒന്നിനും കൊള്ളാത്തൊരു ടീമാണ്. അവരുടെ ഒപ്പം മുട്ടണമെങ്കിൽ ജിൻഡോന്റെ ടീം തന്നെ കയറി മുട്ടണം. ജിൻഡോ തന്നെ പവർ റൂമിൽ കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ് അവിടെ പറയുന്നത്. അതായത് ഡെൻ ടീമിനെ കൂടുതൽ പോയിന്റ്സ് കൊടുത്ത് വിജയിപ്പിക്കണം എന്നുള്ളത് ശ്വേതയുടെ അടുത്ത് വളരെ കൃത്യമായി തന്നെ സാബു അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ ഡെൻ ടീം വിജയിക്കണം, അവിടെ പവർ റൂമിലേക്ക് അവരെ കയറ്റിയിട്ട് വേണം നമുക്ക് പോകാൻ എന്ന് തന്നെയാണ് സാബു അവിടെ ശ്വേതയുടെ അടുത്ത് പറഞ്ഞത്.